ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ടയുടെ ഗ്രാസിയ വണ്ടി നമ്മൾ വർക്കിന് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് അതിനകത്ത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നത് മൈലേജ് ഷോർട്ടാണ് വണ്ടിക്ക്. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, ബ്രേക്ക് ചെക്ക് ചെയ്യുക. എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ഓയിൽ ലെവൽ വളരെ കുറവാണ്. ഓൾറെഡി സ്റ്റിക്കിനകത്ത് ലെവൽ കിട്ടുന്നില്ല, തന്നെയല്ല അത്യാവശ്യം അഴുക്കായിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ നമുക്ക് എന്തെങ്കിലും മാറ്റണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് നോക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. തൽക്കാലത്തേക്ക് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. ബാക്കിലത്തെ ടയറൊക്കെ തീർന്ന് നിൽക്കണം കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോളാം. ബ്രേക്ക് ഈ തവണ കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാനുണ്ട്. അടുത്ത സർവീസിലൊക്കെ അടുത്ത് തന്നെ കയറ്റുമ്പോൾ മാറ്റി കളഞ്ഞാൽ. മൈലേജിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്ലഗ്ഗാണ് ഫസ്റ്റ് അഴിച്ചു നോക്കിയത്. പ്ലഗ് അഴിക്കുന്ന സമയത്ത് ഫുള്ള് കരിയാണ് ഇതിനകത്ത്. അതിനകത്തേക്ക് നോക്കുമ്പോൾ മൊത്തം കരി പിടിച്ച് ഈ ഒരു അവസ്ഥയിൽ നിൽക്കണേ. സാധാരണയേക്കാൾ കൂടുതൽ കാർബൺ ഇതിനകത്തുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക കറക്റ്റായിട്ട് പെട്രോളിൻ്റെ മിക്സർ കറക്റ്റായിട്ട് നന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ കാർബറേറ്ററിൻ്റെ ഭാഗത്തേക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് കാർബറേറ്റർ കംപ്ലയിൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ സ്ലോ ജെറ്റൊക്കെ അതിൻ്റെ ഉള്ളിൽ സ്റ്റക്കായി പോയേക്കാം. ഇത് ഇവിടെ നിന്ന് അഴിക്കുന്ന സമയത്ത് ഒടിഞ്ഞിട്ടൊക്കെയാണ് പോകുന്നതാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന്. നമുക്കിപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്യാണ്ട് മാറുമില്ല, ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒടിഞ്ഞാണ് പോകുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യലടക്കില്ല, കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ജെറ്റുമ്മേ നോക്കാം, ജെറ്റുമ്മേ അത്യാവശ്യം ഇങ്ങനെ ഫംഗസ് പിടിച്ച പോലെയൊക്കെ ഇരിക്കണേ. അത് ഇപ്പോഴത്തെ പെട്രോളിൻ്റേതായിട്ടുള്ളൊരു കെമിക്കൽ റിയാക്ഷനാണ്. എത്തനോളും ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോൾ നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ കിട്ടുക. അതും ഈ പറഞ്ഞ രീതിയുടെ അലുമിനിയം ബോഡിയാണ് ഈ കാർബറേറ്റർ എന്ന് പറയുന്നത്. അത് തമ്മിലുള്ള ഒരു ഫോർമേഷൻ നടക്കുമ്പോഴാണ് സംഭവിക്കുന്നത്, കെമിക്കൽ റിയാക്ഷനാണ്. ഇത് നല്ല രീതിയിൽ സ്റ്റക്കായി പോയിട്ട് നമ്മളിപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിക്കുന്ന സമയത്ത് സാധനം ഈ സ്ലോ ജെറ്റൊക്കെ ഒടിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അത്രയ്ക്കും ടൈറ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റക്കായേക്കാണ്. അതിൻ്റെ ഒരു പീസ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പീസ് അതിനകത്ത് ഇരിക്കുക. അത് എന്തെങ്കിലും നമുക്ക് പുറത്തേക്ക് എടുക്കാനും പറ്റില്ല. അപ്പോൾ വേറെ ഒന്നും ചെയ്യൽ നടക്കില്ല, കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വയ്ക്കാനേ പറ്റുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ പ്ലഗ് മാറ്റിയിടാം, എയർ ഫിൽറ്റർ മാറ്റിക്കളയാം. അതിനുശേഷം എഞ്ചിൻ ഓയിൽ മാറ്റി നമുക്കിപ്പോൾ കാർബറേറ്റർ മാക്സിമം ട്യൂണിങ്ങിലേക്ക് ഇട്ടാൽ പരമാവധി കിട്ടാവുന്ന നമുക്ക് അതിനകത്ത് നിന്ന് മൈലേജ് കിട്ടും. പിന്നെ വണ്ടിയുടെ എഞ്ചിൻ കണ്ടീഷൻ്റെ അനുസരിച്ചിട്ടൊക്കെ ഓരോ വണ്ടിക്കും വ്യത്യാസം ഉണ്ടാവും. കാരണം ഇതിനകത്തിപ്പോൾ കരിയുടെ അളവ് കൂടുതൽ എഞ്ചിൻ്റെ ഹെഡിനകത്ത് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ശരിക്കും അതിൻ്റെ കംപ്രഷൻ ചെറുതായിട്ട് ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം കൊണ്ടും മൈലേജിൽ വ്യത്യാസം വരും. പിന്നെ മെയിനായിട്ട് ഇപ്പോഴത്തെ പെട്രോള് എത്തനോളാണ് 20%. ഒരു ലിറ്റർ പെട്രോൾ മേടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് 800 മില്ലിയാണ് യഥാർത്ഥത്തിലുള്ള ക്രൂഡ് ഓയിൽ പെട്രോൾ. ബാക്കിയത്തെ 200 മില്ലി എത്തനോളാണ്. പെട്രോളും എത്തനോളും തമ്മിലുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ രണ്ടും കത്തുമ്പോൾ വന്ന പവർ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 മുതൽ 5 കിലോമീറ്റർ വ്യത്യാസം വരെ ഓരോ വണ്ടികളിലും മണ്ണുണ്ട്. അതായത് 1 ലിറ്റർ പെട്രോൾ കത്തുമ്പോൾ സാധാരണ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു 50 കിലോമീറ്റർ മൈലേജ് ഉണ്ടെങ്കിൽ അത് ഓൾറെഡി ചില വണ്ടികളിൽ 45-ലും ചിലതിലൊരു 47-48 റേഞ്ചിലേക്കൊക്കെയാണ് മൈലേജ് കുറഞ്ഞേക്കണത് കേട്ടോ. കാരണം ഏകദേശം നമുക്കൊരു കിലോമീറ്റർ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യണം. മൊത്തത്തിലൊരു കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3-നും 5-നും ഇടയിൽ 3 കിലോമീറ്റർ തുടങ്ങി 5 കിലോമീറ്ററിനുള്ളിൽ 1 ലിറ്റർ പെട്രോളിൽ മൈലേജ് ഷോട്ട് വന്നിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു മെയിൻ പ്രോബ്ലമാണ്. ഈ വണ്ടിക്ക് പൊതുവേ കാർബൺ കൂടുതലാണ്, കരി കൂടുതലെന്ന് പറഞ്ഞാൽ പെട്രോൾ കൂടുതലാണ് ഇറങ്ങി ചെന്ന് കത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നല്ല രീതിയിലുള്ള മൈലേജ് ഷോട്ട് ഉണ്ട്. അത് ഓൾറെഡി ഇപ്പോൾ കാർബറേറ്റർ മാറ്റി വെച്ചാലാണ് അത് ക്ലിയർ ആവുള്ളൂ. കാർബറേറ്ററും എയർ ഫിൽറ്റർ പ്ലഗ് മാറ്റാം, എഞ്ചിൻ ഓയിൽ മാറ്റാം, ബ്രേക്കൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം, അത്രയും ചെയ്യാം. പിന്നെ അതിനേക്കാളും ഈ ക്ലച്ചിൻ്റെ CVT ക്ലച്ചിനകത്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും സ്ലിപ്പിങ്ങോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും മൈലേജ് ഷോട്ട് വരും. ഞാനപ്പോൾ അത് ഓടിച്ചു നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ ആ ഭാഗത്തൊരു കംപ്ലയിൻ്റ് ഉള്ളതായിട്ട് നമുക്ക് ഓടിച്ചു നോക്കുമ്പോൾ തോന്നണില്ല. അപ്പോൾ അതുകൊണ്ട് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടില്ല. ബാക്കിയത്തെ ഇപ്പോൾ അത്യാവശ്യം വേണ്ട ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ അഴിച്ചേക്കണത്. അതിനകത്ത് കാർബറേറ്ററാണ് മെയിനായിട്ട് നമുക്ക് കോസ്റ്റ് വരുന്ന സംഭവം. ഏകദേശം ഒരു 2700 ആ റേഞ്ചെങ്ങാണ്ട് വരുന്നുണ്ട് കാർബറേറ്റർ. പിന്നെ എയർ ഫിൽറ്ററും പ്ലഗും. അപ്പോൾ ഞാൻ അതിൻ്റെ ഇത്രയും ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യുക. കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതിനകത്ത് ഈ ടയറിൻ്റെ കേസൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളാം. ടയർ തീർന്ന് നിൽക്കണേ. അത് സ്ലിപ്പ് ആവാണ്ട് മഴയാണ്. ഈ പറഞ്ഞ രീതിയിൽ ബ്രേക്ക് ചെയ്താൽ ചിലപ്പോൾ കറക്റ്റായിട്ട് നിന്നൊക്കെ വരില്ല. ഒരു ഓർമ്മ വേണം കേട്ടോ. മാറ്റേണ്ട ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാർബറേറ്ററിൻ്റെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണേ.